ഈ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ PM ശ്രീ പദ്ധതി ഉണ്ടല്ലോ, അതിൽ കേരളം സൈൻ ചെയ്തു. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ഭരണപക്ഷത്തിന് രണ്ട് അഭിപ്രായം ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് രാഹുൽ ഈശ്വറിന്റെ നിലപാട്? PM ശ്രീക്ക് വേണ്ടി പല സ്കൂളുകളിലും ഞാൻ സെഷൻ എടുത്തിട്ടുണ്ട്. PM ശ്രീ വരുന്നത് നല്ലതാണ്. PM ശ്രീക്ക് വേണ്ടി ഇപ്പോൾ 1500 കോടി രൂപയുടെ ഫണ്ടുണ്ട്. നമ്മുടെ കേരളം അത് ലാപ്സ് ആക്കേണ്ട ഒരു കാര്യമില്ല. എന്നാൽ നേരെ തിരിച്ച് ഏതെങ്കിലും രീതിയിലുള്ള വർഗീയതയോ വിദ്വേഷമോ വിഭജനമോ അതിൻ്റെ ഭാഗമായി ആരെങ്കിലും കുത്തി നിറയ്ക്കാൻ നോക്കിയാൽ അത് പ്രതിരോധിച്ചാൽ മതി. ഇത് പോസിറ്റീവായി പോണ്ടേ? കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ PM ശ്രീ നടപ്പാക്കിയിട്ടില്ലേ? നാളെ PM നരേന്ദ്രമോദിജി മാറി രാഹുൽ ഗാന്ധി ആകാമല്ലോ. നാളെ PM രാഹുൽ ഗാന്ധി ആയിക്കൂടെ? ഇപ്പോൾ ഷാഡോ പ്രൈം മിനിസ്റ്ററാണ്, അല്ലെങ്കിൽ ഒപ്പോസിഷൻ ലീഡറാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായൊരു നിലപാടെടുക്കണം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മോശമൊന്നുമല്ല, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വളരെ നല്ലതാണ്. ഒരുപാട് നല്ല എലിമെൻറ്റ്സ് ഉണ്ട്. അതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ തത്വാധിഷ്ഠിതമായി മാറ്റിയാൽ ഇപ്പോൾ ഒരു ഷർട്ട് ഉണ്ടെന്നിരിക്കട്ടെ, ഒരു നല്ല ഷർട്ടിൻ്റെ ഏതെങ്കിലും കൈയുടെ ഒരു ലെങ്ത് കൂടി പോയിന്നിരിക്കട്ടെ, ആ ലെങ്ത് മാത്രം കുറച്ചാൽ പോരെ, ഷർട്ട് കളയണോ? വേണ്ട. അപ്പോൾ അതേപോലെ NEPക്ക് ഒരുപാട് NEP ഒരു വേൾഡ് ക്ലാസ് സാധനമാണ്. നല്ല എലിമെൻറ്റ്സ് ഉണ്ട്. അതിലെ പോസിറ്റീവ് എലിമെൻറ്റ്സിനെ എടുക്കുക. വിഭജനമോ വിദ്വേഷമോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ അങ്ങ് മാറ്റുക. അതാണ് അതിൻ്റെ റൈറ്റ് വേ. അപ്പോൾ അവിടെ തന്നെ ഗോവിന്ദൻ മാസ്റ്ററിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, നമുക്ക് അവരുടെ പൈസ വാങ്ങാം പക്ഷേ നടപ്പാക്കണ്ട എന്നുള്ളത്. ഈ അടവ് നയം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു കള്ളത്തരാണ്. രാഷ്ട്രീയത്തിൽ അടവ് നയമൊക്കെ വേണ്ടി വരും, ഇല്ലെന്നൊന്നുമല്ല. ആത്മാർത്ഥതയാണ് ഏറ്റവും നല്ലത്. ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. അപ്പോൾ അതിനോട് എതിർപ്പുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എതിർക്കാം. അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ, പ്രൊപ്പഗാൻഡകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എതിർക്കണം. പക്ഷേ അല്ലാതെ എന്താ പറയണേ, ഏതോ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഗുജറാത്തിലെ ഏതോ ഒരു ടെക്സ്റ്റ് ബുക്കിൽ വന്നതായിട്ട് പറയപ്പെടുന്നു, ശരിയാണോന്ന് അറിയില്ല, മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തതാണ്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എതിർക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനൊരു പൊതു സ്വത്വമുണ്ട്, ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇല്ല. രാഷ്ട്രീയത്തിന് പ്രായമുണ്ടോ? ഇല്ല, പ്രായമില്ല. ഈ മോഹൻ ഭഗത് പറയുന്നുണ്ടായിരുന്നു 75 വയസ്സിൽ വിരമിക്കണം. അവർ പറയുന്നത് അതിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ യങ്സ്റ്റേഴ്സിന് അവസരം കൊടുക്കണം. അത് സത്യമാണ്. പക്ഷേ ഈ ഗൈഡൻസ് റോളിൽ മുതിർന്നവരുണ്ടാകുന്നത് നല്ലതാണ്. അത് വെറും ഒരു ഗൈഡൻസായി മാത്രമല്ല, ആക്റ്റീവായ ഗൈഡൻസ്. ശരിക്കും ഒരു സൊസൈറ്റി മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണ്? യൂത്തിൻ്റെ എനർജിയും മുതിർന്നവരുടെ എക്സ്പീരിയൻസും തമ്മിലുള്ള ബ്ലെൻഡ്. ഇത് ബ്ലെൻഡ് ചെയ്യണം. യൂത്തിന് എനർജി ഉണ്ടാവും. നമ്മളെല്ലാം യങ്സ്റ്റേഴ്സ് കുറേ കൂടെ എനർജി, കുറേ കാര്യങ്ങൾ ചെയ്യും, ലോകം മാറും, ഇങ്ങനെയൊക്കെ വിശ്വസിച്ചാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. പ്രായമായവർക്ക് കുറച്ചുകൂടെ പക്വതയും ലോകവീക്ഷണവും കാണും. അവർക്ക് കുറേ കൂടെ പ്രായോഗികത ഈ വിഷയത്തിലുണ്ടാകും. അപ്പോൾ ഐഡിയലിസമാണ് യങ്സ്റ്റേഴ്സിനെ ഡ്രൈവ് ചെയ്യുന്നത്, പ്രാക്ടിക്കാലിറ്റിയാണ് സീനിയേഴ്സിനെ ഡ്രൈവ് ചെയ്യുന്നത്. രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്താൽ അത് വളരെ ഗുണമുണ്ടാകും. അതുകൊണ്ട് അവരുടെ എനർജി നമുക്ക് ലെവറേജ് ചെയ്യാൻ കഴിയണം. ആ ലെവറേജ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് പോസിറ്റീവായി മുമ്പോട്ട് പോകാൻ കഴിയുക. അപ്പോൾ ഈ തുടർഭരണം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പിണറായി വിജയൻ സാറും അതുപോലെ കേന്ദ്രത്തിൽ മോദി സാറും ആകാനുള്ള ചാൻസ് എത്ര കൂടുതൽ? മാറി വരുന്നതാണ് നല്ലത്. ഏത് പാർട്ടി ആണെങ്കിലും, കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും CPM ആണെങ്കിലും മാറി വരണം. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് നിരന്തരമായി ഭൂരിപക്ഷം കിട്ടുകയും മൃഗീയ ഭൂരിപക്ഷത്തെ ഭരിക്കുകയും ചെയ്താൽ അത് എന്താ പറയുക, തെറ്റായ നിലപാടിലേക്ക് പോകും. എനിക്ക് ഇന്ദിരാഗാന്ധിയെ വളരെ ഇഷ്ടമാണ്. പക്ഷേ ശ്രീമതി ഇന്ദിരാഗാന്ധി ചെയ്ത 100% തെറ്റായ കാര്യമാണ് എമർജൻസി. നമ്മുടെ നാട്ടിൽ അടിയന്തരാവസ്ഥ ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത, നമ്മുടെ ജനാധിപത്യത്തെ നശിപ്പിച്ച ഒരു കാലഘട്ടമാണ്. ഇന്ത്യ കണ്ട ഏറ്റവും അട്രോസിറ്റീസ് നടന്ന കാലഘട്ടങ്ങളിലൊന്നാണ്. ഒരു കാരണവശാലും ഇത് യോജിക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ അങ്ങനെ കലാപങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ കലാപം നടക്കുന്നത് സിഖ് കലാപമാണ്. 3500ഓളം പേര് അതിൽ മരിക്കുന്നുണ്ട്. സിഖ് കലാപം ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഉണ്ടാകുന്നതാണ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പോലെ കുറച്ചുകൂടെ സെൻസിറ്റീവായത് ഹാൻഡിൽ ചെയ്യണം. അതായത് ഭിന്ദ്രൻവാലെ എന്ന് പറയുന്ന ഖാലിസ്ഥാനി തീവ്രവാദി, ഈ സിഖ് വിഭാഗം, സിഖുകാർ നമ്മുടെ അഭിമാനമാണ്, അതിലെ സിഖ് തീവ്രവാദികളെയാണ് ഈ ഖാലിസ്ഥാനികൾ എന്ന് വിളിക്കുന്നത്. ഖാലിസ്ഥാനി തീവ്രവാദി സുവർണക്ഷേത്രത്തിലേക്ക് ഒളിച്ചിരിക്കുകയും അവിടെ നിന്ന് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. അത് കുറച്ചുകൂടെ വേറൊരു രീതിയിൽ ഡീൽ ചെയ്യണമായിരുന്നു. കാര്യം ഒരു അമ്പലത്തിനും പള്ളിക്കും നേരെ വെടിയുതിർക്കുക എന്ന് പറയുന്നത് നമുക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ മറ്റൊരു രീതിയിലായിരുന്നു അത് ഡീല് ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അതിൻ്റെ ഫലമായിട്ടാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് മരിക്കേണ്ടി വന്നത്. അപ്പം ഇതൊരു ബാലൻസിൽ കൊണ്ടുപോകണം. ഇപ്പം മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ ഭിന്ദ്രൻവാലയുടെ ഫ്രണ്ടിൽ ചെന്ന് സത്യാഗ്രഹം ഇരിക്കുമായിരുന്നു. നമുക്ക് എന്നാൽ നിന്നെ ഭിന്ദ്രൻവാലയും കൂടെ നന്നാക്കിയിട്ട് ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഈ സമവായത്തിൻ്റെ ഒരു വഴിയുണ്ട്. അത് ആലങ്കാരികമായിട്ടൊന്നുമല്ല. 1944 ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഗാന്ധിജി ഗോഡ്സെയോട് അങ്ങോട്ട് പറയുന്നൊരു കാര്യമുണ്ട്,
നീ എൻ്റെ കൂടെ വന്ന് ഒരു 8 ദിവസം സേവാഗ്രാം ആശ്രമത്തിൽ താമസിക്കും. അതായത് തന്നെ കൊല്ലാൻ വരികയും ആൾക്കാർ ഗോഡ്സെ പിടിച്ചു മാറ്റുകയും ചെയ്യുകയാണ്. ഗോഡ്സയുടെ കത്തിയുണ്ട്. പോലീസ് കൊടുക്കുന്നതിന് പകരം ഗോഡ്സെ ജയിലിൽ അടയ്ക്കണമെന്ന് പറയുന്നതിന് പകരം ഗാന്ധിജി ഗോഡ്സെയോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നീ എൻ്റെ കൂടെ വന്ന് ഒരു 8 ദിവസം താമസിക്കും. എന്നോട് എന്തോ അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ നീ എന്നെ കൊല്ലാൻ നോക്കിയത്. അല്ല, നമ്മൾ വ്യക്തിപരമായ വിരോധമൊന്നും ഇല്ലല്ലോ. എന്നോട് എന്തോ അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ടാണ് നീ എന്നെ കൊല്ലാൻ നോക്കിയത്. എൻ്റെ കൂടെ വന്ന് 8 ദിവസം സേവാഗ്രാമിൽ താമസിക്കുക എന്ന് പറയുന്ന ആ ഗാന്ധിയുടെ നിലപാടിലെ ഇന്ത്യ നിലനിൽക്കും. അതെ. ഇപ്പം ഇതേ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ മൂവി വേൾഡ് ആയതുകൊണ്ട് മൂവി റിലേറ്റഡ് ആയിട്ടും ഇപ്പം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പ്രശ്നമാണ് ഒരാൾക്ക് സമാധാനമായിട്ടൊരു സിനിമ പഴയതുപോലെ എടുക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിലും സെൻസർ ബോർഡ് ഇടപെടുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളിൽ ഇപ്പം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മുടെ എമ്പുരാനിൽ പൊള്ളിയോണ്ടാണ് ഈ സെൻസർ ബോർഡ് അല്ലെങ്കിൽ ഈ CBFC എല്ലാത്തിലും കയറി ഇടപെടുന്നത്. ശരിക്കും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിലൊന്നും ഇടപെടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്തിനാണത് ചെയ്തതെന്നുള്ളതാണ് ഒരു ആവശ്യം. അതും സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രിയുടെ സിനിമയ്ക്ക് എന്തിനാണെന്ന് ദൈവത്തിനറിയാം. ജാനകി എന്ന പേര് വളരെ ജനറിക് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു പേര് കൂടിയാണ്. അപ്പോൾ എന്തിനാണത് ചെയ്യുന്നത് എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായില്ല. അപ്പം ഓവർ ആക്കരുത്. അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞാൽ അണ്ടറും ആക്കരുത്. ഈ ഒപ്റ്റിമത്തിലാണ് കളി. അപ്പോൾ ശരിക്കും പ്രത്യേകിച്ച് സിനിമാ വേൾഡും കൂടെ ആയതുകൊണ്ട് സിനിമകൾക്ക് നല്ല സ്വാതന്ത്ര്യം കൂടെ. എനിക്ക് എമ്പുരാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. എമ്പുരാൻ ഒരു വലിയ ക്രിയേറ്റീവ് സ്പേസ് ഉള്ള ഫ്രീഡം ഉള്ള സിനിമയാണ്. ബാലൻസ് പിടിച്ചാൽ മതി, അതാണ് അതിൻ്റെ കളി. അപ്പോൾ ഇത്രയും സീരിയസ് ടോപ്പിക്സ് നമ്മൾ സംസാരിച്ചു. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും രാഹുൽ ഈശ്വറിനെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ച 2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തത്, നമ്മൾ ഒരുപാട് ട്രോൾസൊക്കെ കാണുന്ന കൂട്ടത്തിൽ ഒരുപാട് സീരിയസ് ഡിസ്കഷൻസിനിടയിൽ വീണ് കിട്ടുന്ന ചില സംഭവങ്ങളുണ്ട്. അതിൽ ഞങ്ങളാണെങ്കിലും ഇപ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിരിച്ചുകൊണ്ടിരുന്നാൽ ഓപ്പോസിറ്റ് നിന്ന് ആദ്യം ചോദിക്കുന്നത്, എടോ ചുമ്മാ ഇരുന്ന് ചിരിക്കാതെ ഒരുമാതിരി കുട്ടിക്കൊരകനെ പോലെ എന്നുള്ള സംഭവമാണ്. ശരിക്കും ഇത് ഇപ്പോൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ ചിരിക്കാറുണ്ടോ? ചിലപ്പോൾ ചിരി വരാറുണ്ട്. അതേപോലെ ഇടയ്ക്ക് ആരോ TV ഡിബേറ്റ്സിൻ്റെ ഏറ്റവും ടോപ്പ് 5 ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞ് എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇത് പിന്നെ 30 സെക്കൻഡ് തരൂ. അത് നമ്മുടെ സിനിമയിൽ കുഞ്ചാക്കോവൻ്റെ സിനിമയിൽ എന്തായിരുന്നു സിനിമയുടെ പേര്? മോഹൻകുമാർ ഫാൻസ്. സിദ്ദിഖ് സാറൊക്കെ ഉണ്ട്. മോഹൻകുമാർ ഫാൻസിൽ ഈ 30 സെക്കൻഡ് തരൂ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ജസ് ജോയ് അവരുടെയൊക്കെ സിനിമയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, എനിക്കിത് ഇഷ്ടപ്പെട്ടു കണ്ടിട്ട്. ഞാനൊരു പണി കൊടുക്കാനായിട്ട് ഇത് മാർച്ച് 31 തന്നെയാണ് ഞാൻ കണ്ടത്. ഞാൻ അടുത്ത ദിവസം വളരെ സീരിയസ് ആയിട്ട് ഫേസ്ബുക്കിൽ എഴുതിയിട്ടു. അത് നിങ്ങൾക്ക് മൂവി വേൾഡിൽ കൊടുക്കാൻ കഴിയുന്നതന്നെ. ഫേസ്ബുക്കിൽ എഴുതിയിട്ടു, ഞാൻ കേസ് പോവുകയാണ്, എന്നെ അപമാനിച്ചു, ഞാൻ സെക്ഷൻസ് ഒക്കെ കോട്ട് ചെയ്ത് ക്രിമിനൽ ഡിഫമേഷൻ ഫയൽ ചെയ്യുകയാണെന്ന് പറഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഇട്ടു. April 1 ആയിരുന്നു. അപ്പോൾ ഞാൻ മനഃപൂർവ്വം ഇട്ടതാണ്, പക്ഷേ യാതൊരു തമാശയില്ല, സീരിയസ് ആയിട്ട് ഇട്ടു. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ജിസ് ജോയ്, അരുൺ നാരായണൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അവരെ വിളിച്ചു. കുഞ്ചാക്കോവൻ കണ്ടിട്ട് ജിസ്സിനെ വിളിച്ചു എന്ന് പറഞ്ഞു. ജിസ് എന്നെ വിളിച്ചു പറഞ്ഞു. ജിസ് പറഞ്ഞു, രാഹുൽ നീ എന്താ അങ്ങനെ കരുതുന്നത്? ജിസ്സിനെ എനിക്ക് പണ്ട് തൊട്ടേ അറിയാം. അങ്ങനെയൊന്നും പറയാം. ഞാൻ കുറച്ച് മനഃപൂർവ്വം വൈകിട്ട് വരെ സീരിയസ് ആയിട്ടിരുന്നതിന് ശേഷം April Fool എന്ന് പറഞ്ഞിട്ടു. അപ്പോൾ എനിക്കതിൽ കൗതുകം തോന്നിയത്, അടുത്ത ദിവസം എന്നെ ഒരാൾ വിളിച്ചു, രാഹുൽ സിദ്ദിഖാണ്. ഞാൻ വിചാരിക്കുന്നില്ലോ സിദ്ദിഖ് സാർ എന്നെ വിളിക്കുമെന്ന്. അതായത് സിനിമ നടൻ സിദ്ദിഖ് എന്നെ വിളിക്കും. ഞാൻ സിദ്ദിഖ് പറയൂ നമുക്ക് അറിഞ്ഞൂടല്ലോ. പുള്ളിക്ക് മനസ്സിലായി, അദ്ദേഹത്തെ മനസ്സിലായല്ല, ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ. ഞാൻ സിനിമാ നടൻ സിദ്ദിഖാണ്. ഞാൻ സോറി സാർ, ഞാൻ അറിഞ്ഞില്ല, ഏതോ ഒരു സിദ്ദിഖ് എന്നെ വിളിക്കുന്നു എന്നല്ലേ ഞാൻ വിചാരിച്ചു. അപ്പം എനിക്ക് സൗണ്ട് മനസ്സിലായല്ലോ. അപ്പം പുള്ളി പറഞ്ഞു, എനിക്ക് രാഹുൽ അങ്ങനെ April Fool ആക്കിയത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ സിനിമയുടെ ആൾക്കാരെ April Fool ആക്കി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനു വേണ്ടി ഞാനൊന്ന് പറയാൻ വിളിച്ചതാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത്ര ഒരുപാട് രസകരമായ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ പബ്ലിക്കലി April Fool ഒക്കെ ട്രൈ ചെയ്ത് സക്സസ്ഫുള്ളായി വിജയിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ആ രീതിയിൽ അപ്പോൾ ഇങ്ങനത്തെ കുറേ നല്ല അനുഭവങ്ങൾ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ടായിട്ട്. ഇതേപോലെ എനിക്കൊരു ലാലേട്ടൻ്റെ കോളറിക്ക് കിട്ടിയിട്ടുണ്ട്. ലാലേട്ടൻ്റെ സോഷ്യൽ മീഡിയ മാനേജറിൻ്റെ ഒരു സുഹൃത്താണ്. എൻ്റെ ബർത്ത്ഡേക്ക് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഒരാൾക്ക് നിങ്ങളോട് വിഷ് പറയണം എന്ന്. അപ്പം ഞാനിപ്പോൾ എന്നെ ബർത്ത്ഡേ ഇങ്ങനെ വിഷ് പറയാം. അപ്പോൾ അപ്പുറത്ത് നാൾ ലാലാണ്. ഞാൻ പറഞ്ഞു, ലാൽ പറഞ്ഞോളൂ. മനസ്സിലാവുന്നില്ല. ഞാൻ വെട്ടിക്കിടക്കാണ്. എനിക്കൊന്നും ഓർമ്മയുണ്ട്. അമ്മയുണ്ട്, ദീപയുണ്ട്, വൈഫുണ്ട്, വെട്ടിക്കിടക്കാണ്. അപ്പം മോഹൻലാൽ സാറിന് മനസ്സിലായി. മോഹൻലാലാണ്. ഞാൻ ബെഡിൽ നിന്ന് ഇങ്ങനെ സ്പ്രിങ് പോലെ ചാടിയിട്ടില്ല. അയ്യോ ചേട്ടാ, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകിയ അവസരങ്ങളാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ ഈ അപ്രതീക്ഷിത കോള്, സിദ്ദിഖ് സാറിൻ്റെ ഈ കോള്, അദ്ദേഹത്തിൻ്റെ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചു. അതിനുശേഷം 1-2 കാര്യത്തിൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പം സിനിമാ രംഗത്തിന് അങ്ങനെ ഒരുപാട് നല്ല പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതെ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്ക് അവസാനത്തെ ചോദ്യം എന്തായാലും ചോദിക്കാൻ പറ്റി. അവസാന സെക്കൻഡ് ചോദിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ എനിക്കൊരു 30 സെക്കൻഡ് തരുമെന്ന് പറഞ്ഞാൽ ഞാൻ തരുമായിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.